നമസ്കാരം. സർവീസ് കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ റോഡിലിറങ്ങിയാൽ കനത്ത പിഴ ഈടാക്കുന്ന കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർക്ക് ഇരട്ടത്താപ്പെന്ന പരാതി വാഹന ഉടമകളിൽ നിന്നും ശക്തമാകുന്നു. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിലാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ഇരട്ട നീതി സ്വീകരിക്കുന്നത്. 15 വർഷമോ അതിലധികമോ പഴക്കമുള്ള സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലോടാൻ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഇരട്ടപ്പിഴ ഈടാക്കുമ്പോൾ KSRTC ഉൾപ്പെടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾക്ക് പേരിന് പോലും പിഴയില്ല എന്നാണ് ആരോപണം. സ്വകാര്യ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞാൽ പല നിരക്കിലാണ് പിഴ ഈടാക്കുന്നത്. കേരള മോട്ടോർ വാഹന ചട്ടപ്രകാരം 15 വർഷത്തിനു ശേഷമുള്ള ആദ്യ 3 മാസത്തേക്ക് 100 രൂപയും 6 മാസം വരെ 200 രൂപയും 6 മാസം കഴിഞ്ഞാൽ 300 രൂപയുമാണ് പിഴ ഈടാക്കേണ്ടത്. 2022 ഏപ്രിലിൽ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം ഭേദഗതി ചെയ്ത് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് ഓരോ മാസവും 300 രൂപയും സ്വകാര്യ വാഹനങ്ങൾക്ക് 500 രൂപയുമായി കേന്ദ്രം പിഴ വർദ്ധിപ്പിച്ചിരുന്നു. ഇത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തെങ്കിലും കോടതിയുടെ തീർപ്പിന് വിധേയമായി പിഴ അടച്ചുകൊള്ളാമെന്ന സമ്മതപത്രം ഉടമയിൽ നിന്ന് വാങ്ങിയാണ് മോട്ടോർ വാഹന വകുപ്പ് നിലവിൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തു കൊടുക്കുന്നത്. സുപ്രീം കോടതി സ്റ്റേ ഒഴിവാക്കിയാൽ കേന്ദ്രം നിശ്ചയിച്ച പിഴ അടയ്ക്കാം എന്ന പ്രസ്താവന കൂടി കൊടുത്താലേ വാഹനങ്ങൾ വീണ്ടും രജിസ്റ്റർ ചെയ്തു കിട്ടും. കേന്ദ്ര പിഴ അടയ്ക്കാത്തത് കൊണ്ട് തന്നെ ഇത്തരം വാഹനങ്ങളെ കരിമ്പട്ടികയിലും പെടുത്തും. കരിമ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയാൽ മാത്രമേ ഉടമയ്ക്ക് വാഹനം വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ സാധിക്കൂ. അതിന് കേന്ദ്രം നിശ്ചയിച്ച വലിയ പിഴ അടയ്ക്കുകയും വേണം. എന്നാൽ ട്രാൻസ്പോർട്ട് ബസ് ഉൾപ്പെടെയുള്ള സർക്കാർ വാഹനങ്ങൾ, ഓട്ടോറിക്ഷ, ടാക്സി, ഗുഡ്സ് എന്നിവയ്ക്ക് കേന്ദ്ര ഫൈൻ അടയ്ക്കാമെന്ന സമ്മതപത്രം വേണ്ടെന്നാണ് വിചിത്രമായ സംഗതി. ട്രാൻസ്പോർട്ട് ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ നിലവിൽ GPS സംവിധാനമുണ്ട്. കാലാവധി കഴിഞ്ഞ് ടെസ്റ്റിന് വരുന്ന സർക്കാർ വാഹനത്തിൻ്റെ GPS പരിശോധിച്ചാൽ കാലാവധിക്ക് ശേഷവും വാഹനം ഓടിയോ എന്ന് അറിയാൻ സാധിക്കും. തെളിവ് സഹിത പിഴ അടപ്പിക്കാമെങ്കിലും മോട്ടോർ വാഹന വകുപ്പ് കണ്ണടയ്ക്കുകയാണ് പതിവ്. 2009 മുൻപ് രജിസ്റ്റർ ചെയ്ത സർക്കാർ വാഹനങ്ങൾ നിരത്തിലിറക്കരുതെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ പൊളിക്കൽ നയം, അതായത് സ്ക്രാപ്പ് പോളിസി പറയുന്നത്. KSRTCയിൽ മാത്രം കാലാവധി പൂർത്തിയായ 1600ഓളം വാഹനങ്ങളുണ്ട്. മോട്ടോർ വാഹന വകുപ്പിലാകട്ടെ 50ലേറെ വാഹനങ്ങളും. 15 വർഷം കഴിഞ്ഞ സർക്കാർ വാഹനങ്ങളുടെ നമ്പർ പരിശോധിച്ചാൽ RC റദ്ദാക്കിയെന്നാണ് വാഹൻ സോഫ്റ്റ്വെയറിൽ കാണുക. നിരത്തിലിറക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, ഇത്തരം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് ആൾക്കാർ മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്താൽ ഇൻഷുറൻസ് തുക ലഭിക്കില്ല എന്നതിനാൽ സർക്കാർ ഭാരിച്ച തുക നഷ്ടപരിഹാരം നൽകേണ്ടി വരും. ഇത്തരം വാഹനങ്ങൾ ലേലത്തിലൂടെ സ്വകാര്യ വ്യക്തികൾക്ക് വാങ്ങാനും രജിസ്ട്രേഷൻ പുതുക്കാനും സാധിക്കുമെങ്കിലും അത്തരം നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. നിലവിൽ ഇരുമ്പ് വില മാത്രമാണ് 15 വർഷം കഴിഞ്ഞ വാഹനങ്ങളിൽ നിന്ന് ലഭിക്കുക. കാലാവധിക്ക് മുമ്പ് ലേലം ചെയ്താൽ വൻ നഷ്ടം ഒഴിവാക്കാനാകുമെങ്കിലും അതിനും സർക്കാരിന് താല്പര്യമില്ലെന്നാണ് വാഹന ഉടമകളുടെ പരാതി.